എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന സീരീസ് പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. സീരീസ് അല്ല, ആനിമെ. ഇതിന്റെ കൂടെ തന്നെ സീരീസും ഇടാൻ നോക്കും. അപ്പോൾ ഇന്ന് മുതൽ കാണാൻ പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന സീരീസിന്റെ സീസൺ 3 ആണ്. ഇത് എത്രാമത്തെ എപ്പിസോഡാണെന്ന് മറന്നുവിടി. 15-16 അത് നോക്കാം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനിച്ചത് ഗ്രീൻ ലോട്ടസ് ഫ്ലെയിം അതെടുക്കാൻ പോയി, എന്നാൽ അത് പാമ്പുകളുടെ രാജ്ഞിയായ ക്യൂൻ മെഡുസ കൊണ്ടുപോയി എന്ന് മനസ്സിലായി. അവിടെ വെച്ചൊരു കോർ ലോട്ടസ് സീഡ് അതും കിട്ടി. അതെന്നത് 100 വർഷത്തിലൊരിക്കൽ ആ ഹെവൻലി ഫ്ലെയിം ഉള്ള സ്ഥലത്ത് ഉണ്ടായിരുന്നതാകാം. എന്നിരുന്നാലും അതൊരു ഹുവാങ് ലെവലുള്ള ഒരു ഡവ് പ്രാക്ടീഷണർ അതറിഞ്ഞ അവനെ കൊന്നെടുക്കാനായാലും അത് നോക്കും. അത്രയ്ക്ക് റയറായതാണ്. അത് കിട്ടിയ ശേഷം അടുത്തത് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് മനസ്സിലാക്കി ക്യൂൻ മെഡുസയുടെ സ്ഥലത്തേക്ക് പോവാണ് ആ ഹെവൻലി ഫ്ലെയിം എടുക്കാൻ. അവർ 2 മാസമായിട്ട് പോകുവാണ്. അപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഷിയോയാൻ ആ ഡെസേർട്ട് കൂടെ പോകുമ്പോൾ ഒരുപാട് വഴക്കും പറഞ്ഞാണ് പോകുന്നത്. കാരണം ഒരുപാട് മാസമായിട്ട് പോവാണ്, മീൻസ് 2 മാസം. അപ്പോൾ മാസ്റ്റർ ഹിടപ്പൊട്ട ആ പറഞ്ഞ ക്യൂൻ സ്നേക്ക് ടെമ്പിൾ അവിടെ എത്തിയാലുള്ള ഉപകാരം നിനക്കറിയാലോ. അതിന് ഷിയോയായി എനിക്ക് വെള്ളം കുടിക്കണം, പെട്ടെന്ന് പോകാം എന്ന് പറഞ്ഞ് പോകുന്നു. അവർ പിന്നെ ഗ്രീൻ ഐലൻഡ് എന്നൊരു സ്ഥലത്ത്, അതൊരു ഡെസേർട്ടിനുള്ളിലെ ഒരു സ്ഥലമാണ്. അവിടെ എത്തി ആ സ്ഥലത്തൂടെയാണ് പോകുന്നത്. അവിടെ ഹാഫ് ഹ്യൂമനും സ്നേക്കിന്റെ സ്റ്റാച്ചു കൊണ്ട് അത് ചോദിക്കുമ്പോൾ മാസ്റ്ററിന് എന്തോ സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നുണ്ട്. എന്നാൽ ഷിയോയന് അത് വലിയ കാര്യമാകുന്നില്ല. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ദൂരെയായിട്ട് ആരും ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് ഒളിച്ചു മാറുന്നു. അത് ആരാണെന്ന് നോക്കുമ്പോഴാണ് ഒരു പെണ്ണ്. അതാണെന്ന് മനസ്സിലായി. ഈ സീരീസിന്റെ മറ്റൊരു പ്രധാന ക്യാരക്ടറാണ്. അതാണ് ക്യൂൻ മെഡുസ. ക്യൂൻ മെഡുസയ്ക്ക് ഇതുവരെ വേറെ പേരില്ല, അതുകൊണ്ട് തന്നെ മെഡുസ എന്ന് തന്നെ വിളിക്കാം. മുന്നോട്ട് പോകുമ്പോൾ വേറെ പേരൊക്കെ വന്ന് അങ്ങനെ വിളിക്കാം. ആ കുളത്ത് കിടന്ന് ഡാൻസ് കളിക്കുകയാണ്. ഷിയോയനെ അത് കണ്ണെടുക്കാതെ നോക്കുന്നു. മാസ്റ്റർ തട്ടി വിളിച്ച്, എന്താ ഒരു ലുക്ക് മാത്രം. മാസ്റ്റർ അപ്പോഴാണ് ആ ഡാൻസ് കണ്ടു. കൊള്ളാല്ലേ? അതല്ല, ഈ ഡാൻസ് സാധാരണ പോലെയല്ല, എനിക്ക് തോന്നുന്നു ഇതാണ് ക്യൂൻ മെഡുസ. അത് കേട്ട് ഷിയോയനൊന്ന് ഞെട്ടിപ്പോയി. അപ്പോൾ തന്നെ അവൻ്റെ ബ്രീത്ത് അത് ഹൈഡ് ചെയ്യണ്. അതുപോലെ തന്നെ അവൻ്റെ സെന്റ് അത് ക്യൂൻ മെഡുസ മനസ്സിലാക്കുകയും ചെയ്യും. ആ ഹെവൻലി ഫയർ അതിവിടെ ഇല്ല എന്ന് പറയുകയാണ്. ക്യൂൻ മെഡുസ ചെയ്തുകൊണ്ടിരുന്ന ഡാൻസ് അത് കംപ്ലീറ്റ് ആയപ്പോൾ ഒരു വലിയ സ്നേക്ക് അത് വരുന്നത്, അതൊരു സ്പിരിറ്റ് രൂപത്തിലാണ് ഉള്ളത്. മാസ്റ്റർ ആണെങ്കിൽ ഈ ഡാൻസ് ഇത് ബ്ലെസ്സിങ്ങിന് വേണ്ടിയാണ്. അവൻ കാര്യം ചോദിക്കുമ്പോൾ ക്യൂൻ മെഡുസ നന്നായിട്ട് എവല്യൂഷൻ ആകും. അതിനു മുൻപ് ഈ കുളത്തിൽ ഇതിന്റെ പേരാണ് ഹോളി പൂൾ. ഇവിടെ ഡാൻസ് കളിച്ച ആൻസസ്റ്റേഴ്സിനെ ആയ സ്നേക്ക് അല്ലെങ്കിൽ പൂർവികരായ സ്നേക്കുകളെ പ്രീതിപ്പെടുത്തണം. അത് ഏറ്റവും ടോപ്പിൽ എവല്യൂഷൻ ആകുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനാണ് വേണ്ടത് ഹെവൻലി ഫ്ലെയിം. എനിക്ക് ക്യൂൻ മെഡുസയ്ക്ക് മുൻപ് അത് എടുത്താലോ എന്ന് ഷിയോയെ ചോദിക്കാണ്. അത് സമ്മതിച്ച് നിൽക്കുകയാണ്. ക്യൂൻ മെഡുസ അവിടെ ആരോ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഒരു ലുക്ക് ഷിയോയെ കാണുകയും ചെയ്തു. മാസ്റ്റർ തട്ടു വിളിച്ചിട്ട് പെട്ടെന്ന് ഇവിടെ പോകാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവാണ്. എന്നാൽ ക്യൂൻ മെഡുസ അവിടെ ആരോ ഒളിച്ചു നോക്കാൻ വന്നതാണ് എന്ന് വിചാരിച്ചത് വലിയ കാര്യമാക്കില്ല. അവിടാണ് കുറച്ച് പേര് വരുന്നത്. അതിൽ യൂമൈ എന്ന സ്നേക്കിനോട് ഒരു പ്രധാന കാര്യമുണ്ട്. അത് മനസ്സിലാക്കിയെന്ന രീതിയിൽ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി പോകുമ്പോഴാണ് അവിടെ ഷിയോയാനെ കണ്ടത്. ഏത് ഗതികെട്ട നേരത്താണോ എന്ന രീതിയിൽ അവനാണെങ്കിൽ ഓടുന്നു. ക്യൂൻ മെഡുസ ഉള്ള സ്ഥലത്ത് കയറി നിന്റെ വിധി മരണമാണ് എന്ന് പറഞ്ഞ് ഷിയോയാൻ ഉള്ള സ്ഥലം മനസ്സിലാക്കി പിറകെ വരുവാണ്. നിക്കട, നിന്നെ കൊല്ലുമെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ നിന്ന് തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഓടുന്നു. ആ സ്നേക്ക് വേറൊരു സ്നേക്ക് പോലെയുള്ള ഒരു ടെക്നിക്ക് അത് യൂസ് ചെയ്ത് അറ്റാക്ക്. എന്നാൽ അതൊക്കെ സ്കിപ്പായിട്ട് പോവുകയാണ്. അതിനെ ഇല്ലാതെയുമാക്കി. അവളാണ് മാസ്റ്റർ ക്യൂൻ മെഡുസയെ കാണുന്നില്ല എന്നത് പറയുന്നത്. അപ്പോഴേക്ക് യൂമൈ വന്ന് പിന്നെ സ്നേക്കിന്റെ സ്കില്ല് പിന്നെ ഉപയോഗിക്കുന്നു. ഷിയോയാൻ പറയുന്നുണ്ട് റിവഞ്ച് തീർക്കാനാണോ. അതിന് യൂമൈ പറയുന്നത് റിവഞ്ച് ഹോളി പൂളിൽ ഒളിച്ചു കയറിയതിനാണോടാ. എന്നാൽ ഷിയോയെ എനിക്ക് ടൈമില്ല, പോകണം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അവനെ വിടാൻ യൂമൈ തയ്യാറല്ല. എനർജി ട്രെയിനിങ് ഉപയോഗിച്ച് 2 സ്നേക്കിന്റെ സ്പിരിറ്റ് അതെടുത്ത് അവന്റെ നേരെ ഉപയോഗിക്കുന്നു. അപ്പൊ മാസ്റ്റർ പറയുന്നുണ്ട് ഇത് നിന്റെ എനർജി ഉപയോഗിച്ച് മാത്രമേ സ്റ്റോപ്പ് ആക്കാൻ കഴിയൂ. അവന് അതുപോലെ തന്നെ ചെയ്തു അത് ഇല്ലാതെയുമാക്കി. യൂമൈ തടഞ്ഞു. അവൻ പിന്നെ പോകാൻ നോക്കുന്നു, പിന്നെയും തടഞ്ഞു. ഇതേ സമയത്ത് മാസ്റ്ററിന്റെ സ്ട്രെങ്ത് അത് കുറഞ്ഞുകൊണ്ട് പോയി. അതുകൊണ്ട് തന്നെ അവന്റെ സ്വന്തം സ്ട്രെങ്തിലാണ് ഇനി പോകാൻ. അത് യൂമൈ ശ്രദ്ധിച്ചു. അങ്ങനെ അവ അവിടെ നിന്ന് എസ്കേപ്പ് ആയി പോകുന്ന തോന്നുന്ന പിറകെ യൂമൈ. ഈ സമയത്ത് ഗൂഹി എന്ന പിൽസ്കിങ് കുറച്ച് പേരും കൂടി ടെമ്പിളിലേക്ക് വരുവാണ്, സ്നേക്ക് ടെമ്പിളിലേക്ക്. അവിടെ ഫുള്ള് കവറായിട്ട് ഒരു ആള് നിൽക്കുന്നുണ്ട്. അത് കണ്ടറിയാത്തത് യുൻഷിയാണ് എന്ന്. അവൾക്ക് ക്യൂൻ മെഡുസയുടെ ഔറ അത് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മളധികം ദൂരെയല്ല എത്താറായി എന്ന് പിൽസ്കിങ് ആയ ഗൂഹി. ഷിയോയ ഇതേ സമയത്ത് യൂമയാണ് അവളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുകയാണ്. ദൂരെയായിട്ട് ഒരു പൊട്ടിപ്പൊളിഞ്ഞ സ്ഥലം കണ്ട് അങ്ങോട്ട് പോയി ഒളിക്കുന്നു. യൂമയെ വന്നിട്ട് കാണുന്നില്ലേ, എന്നാൽ അവൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഗെയിം സ്റ്റാർട്ടായി. നിന്നെ ഞാൻ എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്ന രീതിയിൽ ആവരുത് എന്ന് പറഞ്ഞ് അവിടെ പരതുവാണ്. അവളാണെങ്കിൽ അവിടെ നോക്കുന്ന സമയം അവൻ അത് കണ്ടിട്ട് അവിടെ നിന്ന് നൈസായിട്ട് മാറാനും നോക്കുന്നുണ്ട്. ഒരു ടൈമിൽ അവിടെ നിന്ന് ഓടാൻ നോക്കി, എന്നാൽ അവളെ പിടിച്ച് ഗെയിം ഓവറായി എന്ന് പറഞ്ഞ് അവനെ കൺട്രോളിലാക്കി. എന്നിട്ട് അവനോട് നീ ആരാണ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴേക്കും അവൻ എങ്ങനെയോ നോർമലിലേക്ക് വന്നു. പിന്നെ
അവൻ അവളുമായിട്ട് നേരിടുന്നു. പിന്നെ ഇടയ്ക്ക് സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി ആകണം പിൽസൊക്കെ കഴിച്ചാണ് ഫൈറ്റ് ചെയ്യുന്നത്. എന്നാൽ അവളുടെ മുന്നിൽ അവൻ്റെ സ്ട്രെങ്ത് പോരാ എന്ന രീതിയിൽ നിൽക്കുമ്പോഴാണ് അവളുടെ മുഖത്തിട്ട് ഒരു വെട്ട്. പാമ്പായാലും പെണ്ണായാലും മുഖത്തിട്ട് ഒരു പാട് വേണം, അത്രേ ഉള്ളൂ. പിന്നെ വേർത്തണം, നിന്നെ കൊല്ലോടാ എന്ന് പറഞ്ഞ് പിറകെ വന്ന് അടി. ഈ ടൈമിൽ അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അടിച്ചടിച്ച് അവനെ പഞ്ചറാക്കി എന്ന് പറയുമല്ലോ, അതേ അവസ്ഥ. ഒരു കാര്യം പറയാനുള്ളൂ, വല്ല കാര്യം ഉണ്ടായിരുന്നു. എന്നിട്ട് കൊല്ലാനായിട്ട് അവൻ്റെ കഴുത്ത് പിടിച്ച് ഇരിക്കുന്നു. അവനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മരിക്കുമെന്ന അവസ്ഥയിൽ എത്തുമ്പോഴാണ് പെട്ടെന്ന് യുൻഷി കയറി വന്ന് ഒറ്റയടി. യുമായി തെറിച്ചുപോയി വീഴുന്നു. എന്നാൽ ഷിയോയനെ കണ്ടില്ല. നീ ആരാണ്? അത് ഒരു ഡൗഹുവാങ് ലെവലുള്ളത് അല്ലെങ്കിൽ എംബറർ ലെവലുള്ളത് എന്ന് ചോദിക്കുവാണ് യൂമൈ. എന്നാൽ അതിനൊന്നും പറയുന്നില്ല. ഷിയോയെ നന്ദി പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ ആ ക്രേസി സ്നേക്കിന്റെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ആയി എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ യൂമൈ പിന്നുവറ്റക്ക്. അപ്പോൾ തന്നെ യുൻഷിയെ രക്ഷിച്ചു. ഇപ്പോഴാണ് അത് ഷിയോയനാണെന്ന് കാണുന്നത്. പെട്ടെന്ന് അവനെ കണ്ട് വെപ്രാളം. എങ്കിലും അത് മാനേജ് ചെയ്ത് അവളെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുമ്പോൾ ഗൂഹി ആൾക്കാരും അവിടെ എത്തി. നിർത്ത്, അവനോട് പോകാനായിട്ട് യുൻഷിയും പറഞ്ഞു. എന്നിട്ട് യൂമൈനോട് റെസ്പെക്റ്റോടെ ഗൂഹി സംസാരിക്കാനായിട്ട് തുടങ്ങി. അവർ ജിയാമ എംബറിൽ നിന്നാണ് വരുന്നത്. ക്യൂൻ മെഡുസയെ കാണാനാണ് വന്നത്. എന്നാൽ യൂമൈ യുൻഷിനെ കണ്ട് ഒരു സ്ട്രോങ് ആയ ഹ്യൂമൻ വന്നു. എന്നാൽ എന്തൊരു പ്രശ്നമുണ്ട്, പെട്ടെന്ന് തന്നെ ക്യൂൻ മെഡുസയെ അറിയിക്കണം എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് അവരോട് നിങ്ങൾക്കറിയാം ഹ്യൂമൻസ് സ്നേക്ക് സെറ്റ് ആകില്ല എന്ന്. പിന്നെ എന്തിനാണ് നിങ്ങൾ വന്നത്? ഇവിടെ നിന്ന് പെട്ടെന്ന് പോയില്ലെങ്കിൽ 8 ട്രൈബിലുള്ളവരെയും നമ്മൾ വിളിച്ചു വരുത്തി അതൊരു വലിയ പ്രശ്നമാകും. അത് കേട്ട് ഒരുത്തൻ ദേഷ്യം. ഇതേ സമയത്ത് ഷിയോയൻ പോകുന്നത് പോലെ വന്നെങ്കിലും തിരികെ സ്നേക്ക് ടെമ്പിൾ ലക്ഷ്യം വെച്ച് പോവാണ്. ഇടയ്ക്ക് മാസ്റ്റർ വന്ന് അത് കണ്ടിട്ട് മുൻപ് നിങ്ങൾ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം മാസ്റ്റർ പറയുന്നത് അത് ഗൂഹിയാണ്, പിൽസ് കിങ്. എന്നാൽ ഡൗഹുവാങ് ലെവലുള്ളത് വന്നത് ആരായിരിക്കും? ഇവരെന്തിനാണ് വന്നതെന്ന് വിചാരിക്കുമ്പോഴാണ് അത് ഗ്രീൻ ലോട്ടസ് ഫ്ലെയിമിന് വേണ്ടിയാണ് എന്നത് മനസ്സിലായി. അവരെടുക്കുവോ എന്നൊക്കെ പറയുമ്പോൾ ഒരടി. മനസ്സിലായി, ഗൂഹിയും ക്യൂനും മെഡിസയും തമ്മിൽ അടി ഉണ്ടാക്കി. ആ ടൈമിൽ നമുക്ക് പോയി എടുക്കണം അതല്ലേ? അതേന്ന രീതി ഹൈബോട്ടോങ് ഒരു മാപ്പ് കൊടുത്തിരുന്നു. അത് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ ആ സ്നേക്ക് ടെമ്പിളിലേക്ക് എത്താനായിട്ട് ഒരു ക്രോസ് കടന്നു പോകണം. അത് ഷോർട്ട് കട്ടാണ്ട് അതുവഴി എത്താൻ കഴിയുമെന്ന് പറഞ്ഞ പോവാണ്. ഇതേ സമയത്ത് ആ ആള് ഇങ്ങനെ നിന്ന് നമുക്ക് ടൈമിന് കിട്ടണമെന്നില്ല, ഇവളെ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തിയിട്ട് നമുക്ക് പോകാം എന്ന് പറയുമ്പോൾ ഗൂഹി അത് സമ്മതിച്ചു. പിന്നെ രണ്ടുപേരുമായിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് പറയുവാണ്. പിന്നെ രണ്ടുപേരും കൂടി അവളെ നേരിടാനായിട്ട് പോകുന്നു. എന്നാൽ അവളും വിചാരിച്ചതിനേക്കാൾ സ്ട്രോങ് ആണെന്ന് ഇപ്പോഴാണ് മനസ്സിലായി. അവരതിൽ ഫെൻഡി എന്ന ആളുടെ കൾട്ടിവേഷൻ വിൻഡാണ്, മറ്റാളുടേത് അറിയില്ല. ഈ ആൻഷിയെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുമ്പോൾ പിറകെ നിന്ന് ഫെങ്ലി ഒരു ടൈമിൽ സ്നേക്കിന്റെ അറ്റാക്കൊക്കെ തടയുവാണ്. പിറകെ നിന്ന് നന്നായിട്ട് കിട്ടുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. രണ്ടുപേരും കൂടി അറ്റ് എ ടൈം രണ്ട് സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ക്യൂൻ മെഡുസയുടെ പറയണം എന്ന് മനസ്സിലാക്കിയിട്ട് അവരെ നിന്ന് പറ്റിച്ച് യെസ് ആയി. അവർക്ക് പെട്ടെന്ന് തന്നെ ക്യൂൻ മെഡുസയുടെ അടുത്തെത്തണം എന്ന് പറഞ്ഞു പോവുകയാണ്. അത് ആൾറെഡി ഒരാൾ അവിടെ എത്തി ദൂരെ നിന്ന് നിരീക്ഷിക്കുകയാണ്. അവിടുത്തെ ഗാർഡ്സ് വളരെ സ്ട്രിക്റ്റ് ആണ്, ഇങ്ങനെ പോകും എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അവിടെ കുറച്ച് സ്നേക്കുകൾ, അത് വേറൊരു ട്രൈബിലുള്ള അതാണ്, അവര് മുഖം മറിച്ച് പോവുകയാണ്. അവരങ്ങ് പോകുമ്പോൾ ഒരു പ്ലാനുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ പിറകെ പോയ ലാസ്റ്റ് പെണ്ണിന് അല്ലെങ്കിൽ ആ സ്നേക്കിനെ പിടിച്ചോണ്ട് പോയി. എന്നിട്ട് ആ പെണ്ണിന്റെ ഡ്രസ്സ് എടുത്ത് റെഡി ആവുകയാണ്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നൈസായിട്ട് ആ ഗ്രൂപ്പിന്റെ പിറകെയും പോകുന്നു. അതിനുശേഷം കാണിക്കുന്നത് ക്യൂൻ മെഡുസയാണ്. മെഡുസയുടെ കയ്യിൽ 4 ബോക്സുകൾ ഉണ്ട്. എന്തൊരു പ്ലാൻ ഇട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ആ ദിവസം വന്നെത്തി. എനിക്ക് ഫയറുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരും, എങ്കിലും എനിക്കത് വേണം. അങ്ങനെ നിൽക്കുകയാണ് അങ്ങോട്ട് യൂമൈ വന്നിട്ട് ഹുവാങ് ലെവലുള്ള ഒരു ആളെയും ഗൂഹിയും കുറച്ച് പേരും ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയുന്നത്. അത് ക്യൂൻ മെഡുസയെ കാണണമെന്ന രീതിയിലാണ് വരുന്നത്. എന്നാൽ അവരുടെ കൂട്ടത്തിൽ ഒരു സ്ട്രോങ് ആയ ഡൗഹുവാങ് ലെവലുള്ള ഒരാളുണ്ട്. മാസ്ക് ഇട്ടതുകൊണ്ട് തന്നെ ആരെന്നറിയില്ല. അപ്പോൾ അവിടെയുള്ള എൽഡർ അവര് വന്ന് റിച്വൽ അത് പ്രശ്നം ഉണ്ടാക്കുമോ എന്ന് ചോദിക്കുമ്പോൾ മെഡുസൈനെ അവരെ നോക്കണ്ട, ഉടനെ തന്നെ തുടങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ആ ബോക്സ് അത് യുൻമൈക്ക് കൊടുത്തിട്ട് ഇതിലുള്ളിൽ കോർ ഫ്ലെയിമാണ് അല്ലെങ്കിൽ ഗ്രീൻ ലോട്ടസ് ഫ്ലെയിം അത് ഈ ടെമ്പിളിന്റെ 4 കോർണറിലായിട്ട് വെക്കാനായിട്ട് പറയുന്നു. അവർ കുറച്ചു നേരം നോക്കട്ടെ. അപ്പോഴാണ് യൂമൈ ഒരു കൊച്ചു ചേർക്കാൻ ബ്രേക്ക് ചെയ്ത് ഹോളി പോളി വന്നിട്ട് പോയി. ഒരു നിമിഷം അവന്റെ സ്ട്രെങ്ത് വളരെ സ്ട്രോങ് ആയിരുന്നു, വളരെ റെയറുമായിരുന്നു. എന്നാൽ ക്യൂൻ മെഡുസ അതൊന്നും നോക്കണ്ട, കാരണം ആൾറെഡി ക്യൂൻ മെഡുസ അത് കണ്ടല്ലോ. ശിവയനെ അവിടെ എത്തി. ഫ്ലെയിം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഡിഫറൻ്റ് ആയ ഫ്ലെയിമിന്റെ സെൻസ് വരുന്നു. അവരകത്തേക്ക് പോകുമ്പോഴാണ് ഗാർഡ്സിനൊപ്പം യൂമൈ വരുന്നത്. അവളുടെ കയ്യിൽ ആ ബോക്സ് കണ്ടപ്പോൾ അതിലാണ് ഹെവൻലി ഫ്ലെയിം എന്ന് ശിവയെ മനസ്സിലാക്കി അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരുങ്ങി. എന്ന മാസ്റ്റർ അല്ല, ഇത് ഫേക്കാണ് എന്ന് അവൻ പോകുമ്പോൾ അത് യൂമൈ കണ്ടിട്ട് അവൻ ഈ ഒരു ഹ്യൂമനാണ്, അവനെ പിടിക്കുക എന്ന രീതി. കാരണം അവന്റെ നടത്തം തന്നെ. എല്ലാവരും പോകുന്നു. യൂമൈ പോകാൻ നേരം ക്യൂൻ മെഡുസ തന്ന കാര്യം ആദ്യമേ വെക്കി എന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് പോവാണ്. അവനോടുന്നു ആ ഗാർഡ്സ് പറയാൻ പോകുന്നു. ഒരു ടൈമിൽ ട്രാപ്പ് പോയപ്പോൾ വേറൊന്നും നോക്കിയില്ല, ഡ്രസ്സ് മാറ്റി എടുത്തു ചാടി ഓടുവാണ്. എന്നാൽ അവർ പിറകെയുണ്ട് പല സ്ഥലത്തായിട്ടും ഗാർഡ്സ്. അവരുടെ അറ്റാക്കിൽ നിന്നെല്ലാം സ്കിപ്പായിട്ട് മാറി ചിലതൊക്കെ കൊണ്ട് അങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു. എന്നാൽ ചെന്ന് കയറിയത് അതിനേക്കാൾ ഡേഞ്ചറായ ഒരു സ്ഥലം. അവിടെ ഉള്ളവരെയൊക്കെ വാരിപ്പറക്കി അടിയാണ്. വരുംതോറും ഓരോരോ ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരാളുടെ കയ്യിൽ നിന്ന് നന്നായിട്ട് കിട്ടി. എങ്കിലും നന്ദി പറഞ്ഞുകൊണ്ട്
അതുകൊണ്ട് അവനവിടെ നിന്ന് എങ്ങനെയോ എസ്കേപ്പുമായി മാസ്റ്ററിനോട് ഇപ്പോഴാണ് ആശ്വാസം ചെയ്തത്. മാസ്റ്റർ അതിന് ആ കൊണ്ടുവന്നത് ഫേക്കാണ്, അത് ഒറിജിനൽ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവൻ ആ ലോട്ടസ് എടുക്കുന്ന സ്ഥലത്ത് നിന്ന് അതിരുന്ന ഒരു സാധനം അതെടുത്ത് നോക്കുന്നു. എന്നാൽ അതിലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇത് എവിടെയാണ്. അതിനുശേഷം അവരുടെ റിച്വൽ അത് തുടങ്ങി. അവിടെയുള്ള സൂര്യൻ അതെന്തോ രീതിയിലായി. അപ്പോൾ സ്നേക്ക് സ്പിരിറ്റ് നമ്മുടെ ട്രൈബിനെ ബ്ലെസ്സിങ് ചെയ്യൂ എന്ന് എൽഡർ പറയുന്ന വോയിസ്, അതുപോലെ ബാക്കിയുള്ളവരും അത് ചെയ്യൂ എന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെ ഒരു ലൈറ്റ് വന്നടിച്ച് എൽഡർ എന്തോ ചെയ്യുമ്പോൾ ആ ടവറിന് മുകളിലായിട്ട് ഒരു ഫോർമേഷൻ, അതിൽ നിന്ന് ലൈറ്റ് താഴേക്ക് പോവാണ്. ആ ലൈറ്റ് വന്നടിച്ചത് യഥാർത്ഥ ഗ്രീൻ ഡോട്ടസ് ഫ്ലെയിമിലേക്കാണ്. അത് ഷിയോയുടെ കയ്യിലുള്ള അതിലും മനസ്സിലായി. എന്നാൽ അത് പെട്ടെന്ന് മാറുകയും ചെയ്തു. എങ്കിലും അവർക്ക് മനസ്സിലായത് ആ ടവറിനുള്ളിലാണ് എന്ന്. അതിനുള്ളിൽ കയറണമെന്ന് മാസ്റ്റർ അവൻ ഓൾറെഡി സെറ്റായി പോകാം എന്ന് പറഞ്ഞു പോവാണ്. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.